ഒരു സമൂസ 262 കാലറീസ്, അത് ബേൺ ആക്കണമെങ്കിൽ 5500 സ്റ്റെപ്സ് നടക്കണം. അതുപോലെ പാനിപൂരി 200 കാലറീസ്, 4000 സ്റ്റെപ്പ് നടക്കണം. വടാപ്പാവ് 6500 സ്റ്റെപ്സ് നടക്കണം. മോമോസ് ഉണ്ട്, ബർഗർ ഉണ്ട്, അതുപോലെ വൺ റെഗുലർ പിസ്സ 1100 കാലറീസ്, 21000 സ്റ്റെപ്സ് നടക്കണം നമ്മളത് ബേൺ ചെയ്യണമെങ്കിൽ. ഇങ്ങനെ നമ്മൾ നോക്കാനാണെങ്കിൽ നമുക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് റൈസും ചിക്കൻ കറിയും നല്ലൊരു ഫുഡാണ്, അതിന് ഏകദേശം 500 കാലറി കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ 10000 സ്റ്റെപ്സ് നടന്നാലേ ആ ഫുഡ് കഴിച്ചത് ബേൺ ആക്കുള്ളൂ. അങ്ങനെയല്ല ആക്ച്വലി ഫുഡിന്റെ കാലറി ബേൺ ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഞാനൊരു മോശം ഫുഡിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല, പക്ഷെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിലെ ഏറ്റവും കൂടുതൽ കാലറി ബേൺ ആകുന്നത് നമ്മുടെ ബേസിക് മെറ്റബോളിക് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ബോഡിക്ക് ഏറ്റവും കൂടുതൽ കാലറി വേണ്ടത്. ഉദാഹരണത്തിന് നമ്മളുടെ ബ്രീത്തിങ്, അതുപോലെ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി, അതുപോലെ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് പ്രവർത്തിക്കാൻ വേണ്ടി. രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് കാലറി ബേൺ ചെയ്യുന്നത് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കണക്ക് ഉപയോഗിച്ച് തന്നെ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് 2000 കാലറിയാണ് ഒരു ദിവസം ഒരാൾ കഴിക്കുന്നതെങ്കിൽ അതിന്റെ 1300 കാലറിയും ബേൺ ആകുന്നത് നമ്മുടെ ബേസിക് ബോഡി ഫംഗ്ഷന് വേണ്ടിയാണ്. അതായത് അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം. 500 കാലറി മാത്രമാണ് ഇദ്ദേഹം എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടെ ബേൺ ചെയ്യാൻ സാധിക്കുന്നത്. 200 കാലറി നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ബോഡിയിലേക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോഡിക്ക് ആവശ്യമാണ്. അതായത് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ 60 മുതൽ 70% വരെ എനർജി ഓട്ടോമാറ്റിക്കലി ബേൺ ആവും. എന്നും പറഞ്ഞ് ജങ്ക് ഫുഡ്സ് ഒരുപാട് കഴിക്കരുത്. അതിന്റെ കാരണം അതിൽ കാലറി മാത്രമേ ഉള്ളൂ, ന്യൂട്രീഷൻ ഇല്ല. നോർമൽ ലൈഫിൽ ഫിറ്റ്നസ് നിലനിർത്താൻ ഏറ്റവും നല്ല റൂളും ഞാൻ വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു റൂളുമാണ് 80-20 പ്രിൻസിപ്പിൾ. അതായത് 80% നല്ല ഫുഡ് കാലറി എടുക്കുക, 20% നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡിൽ നിന്നും കാലറി എടുക്കുക. ഈ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി വൈസ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഞാനൊരു സാമ്പിൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്.